ആക്രമണ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. കേസിന്റെ വിചാരണ നീണ്ടുപോകുന്നതിൽ അതൃപ്തി അറിയിച്ച സുപ്രീം കോടതി പ്രതിക്ക് 7.5 വർഷത്തിന് ശേഷമാണ് ജാമ്യം അനുവദിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരിക്കും ജാമ്യവ്യവസ്ഥയിൽ തീരുമാനം എടുക്കുക. ജാമ്യത്തെ സംസ്ഥാന സർക്കാർ എതിർത്തുവെങ്കിലും കോടതി അംഗീകരിച്ചില്ല. നടിയാക്രമണ കേസിലെ കോടതി നടപടികളെ അതിരൂക്ഷമായിട്ടാണ് സുപ്രീം കോടതി വിമർശിച്ചത്. 2017 ഫെബ്രുവരി 23 മുതൽ 7.5 വർഷത്തോളമായി പൾസർ സുനി ജയിലിലാണ്. ഇത് നീതികേടെന്നാണ് കോടതി കണ്ടെത്തൽ. ജാമ്യം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർത്തു. കോടതി അംഗീകരിച്ചില്ല. പ്രതിയെ ഒരാഴ്ചയ്ക്കകം വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യം നൽകണം. ജാമ്യവ്യവസ്ഥ വിചാരണ കോടതിക്ക് നിശ്ചയിക്കാം. കടുത്ത ജാമ്യവ്യവസ്ഥ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിയിൽ ആവശ്യപ്പെടാം. വിചാരണ കോടതി നടപടികളിൽ കടുത്ത വിമർശനം സുപ്രീം കോടതി രേഖപ്പെടുത്തി. ഇതെന്ത് തരം വിചാരണയാണെന്ന് ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ സുപ്രീം കോടതി പരാമർശിച്ചു. കോടതി കണ്ടെത്തിയ അസാധാരണ വിചാരണ കോടതി നടപടികൾ ഇങ്ങനെ: കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 87 ദിവസം 8ാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചു. ഇതെങ്ങനെ കോടതി അംഗീകരിച്ചു? ഈ നടപടി ആശ്ചര്യപ്പെടുത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കുന്നത് സംസ്ഥാന സർക്കാർ തടഞ്ഞില്ലെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വിചാരണ ഉടനെയൊന്നും തീരാൻ പോകുന്നില്ലെന്ന നിരീക്ഷണത്തോടെയാണ് പ്രതിക്ക് ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് കോടതി കണ്ടെത്തിയത്. പൾസർ സുനി ജാമ്യത്തിലിറങ്ങുന്നത് സമൂഹത്തിന് ഭീഷണിയാകുമെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. സംസ്ഥാനത്തെ പ്രമാദമായ കേസിൽ മുഖ്യപ്രതി ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത് അന്വേഷണ സംഘത്തിനും സർക്കാരിനും നാണക്കേടാണ്. വിചാരണ കോടതി നടപടിയുടെ വീഴ്ചയാണെന്ന് വാദിക്കാമെങ്കിലും പ്രോസിക്യൂഷന്റെ പരാജയം ചർച്ച ചെയ്യപ്പെടും. പ്രോസിക്യൂഷൻ ഇതിൽ ഇടപെട്ടത് വളരെ മോശമായിട്ടായിരിക്കും. അവരതിന്റെ ഗൗരവം കൊടുത്തില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇയാൾക്ക് ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് ഈ നടിയെ ഏറ്റവും നല്ല സുരക്ഷമായിട്ടുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. അല്ലെങ്കിൽ ഏത് രീതിയിലും അയാള് ആ കുട്ടീനെ ഉപദ്രവിക്കാൻ സാധ്യത എല്ലാം ഉണ്ട്. പ്രോസിക്യൂഷൻ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 7.5 വർഷക്കാലം ഈ കേസ് കൊണ്ട് നടന്നത്. ഇതൊക്കെ അപ്പപ്പോ നടപടിയെടുക്കാവുന്ന ഒരു കാര്യമായിരുന്നു. അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന് പറഞ്ഞാലും 7.5 വർഷക്കാലം ഒരാള് ഇങ്ങനെ ഇത് നീട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുമ്പ് പലവട്ടം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരുന്നില്ല. തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് നേരത്തെ ഹൈക്കോടതി പ്രതിക്ക് പിഴയിടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ഇത് 3ാം വട്ടമാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ന്യൂസ് 18 ഡൽഹി. മലപ്പുറത്തിന് ആശ്വാസം